ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ളോഗ്. ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ച് എന്നാൽ പിന്നെ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് എണീറ്റതൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞു, ബെഡൊക്കെ റെഡിയാക്കിയിട്ട് എണീറ്റ് വരുമ്പോൾ തന്നെ ബെഡൊക്കെ അങ്ങനെ കറക്റ്റ് ചെയ്തിടും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പോവാം. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ ദേ ബെഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബെഡൊക്കെ റെഡിയാക്കി നേരെ പോയി മുറ്റടിക്കണം. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ മുറ്റടിക്കാൻ നിന്ന് അപ്പോൾ ഓരോ പണികളായിട്ട് ഇങ്ങനെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വേഗം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി നമുക്ക് പുട്ടുണ്ടാക്കണം. അപ്പോൾ അതേ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ പുട്ടും പപ്പടവും പഴമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അങ്ങനെ അതേ ചിരകണുണ്ട്, നാളികേരം ചിരകണ ഇന്ന് മീൻകറി ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ളതും കൂടെയും ചിരകി വെക്കണം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചിരകിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. വെള്ളം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇടാം. 2 നാഴി അരിയാണ് ഇടുന്നത്. അപ്പോൾ അപ്പോഴത്തേനും ചോറായിക്കോളും. അപ്പോൾ അതിന് നമുക്ക് ചായയും കുടിക്കാം. അരിയൊക്കെ അങ്ങനെ കഴുകി വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലിടാം. അപ്പോൾ അതേ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പുട്ടും പപ്പടവും ഉണ്ട്, അതുപോലെ തന്നെ അതേ പഴമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. പഴവും പപ്പടവും ഉണ്ട്. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കണം. 12 മണിയാകുമ്പോൾ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കറണ്ട് പോകുമ്പോഴത്തേനും നമ്മളെല്ലാ പണികളും കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം അടിക്കൽ തുടക്കലൊക്കെ നടത്താൻ. അപ്പോൾ ആദ്യം ടേബിളൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ, എന്നിട്ട് തുടക്കണം. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിലുണ്ട്. അപ്പോൾ അലക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെയും മഴ വരും. കാലാവസ്ഥ ഇപ്പം അങ്ങനെയാണല്ലോ. നമുക്കിന്ന് ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മീൻ കറി വെക്കാം. ചാള നന്നാക്കണം. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ പൂച്ചയും കാക്കയും എല്ലാം ഉണ്ട്. അപ്പോൾ അതേ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി, പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ മാങ്ങയുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ അപ്പുറത്ത് മീൻ പൊരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമുക്ക് മീനിടാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പശ കളയാം. അതിങ്ങനെ വെട്ടാം. അപ്പോൾ കണ്ടോ പശ വരുന്നത്. എങ്ങനെ വെട്ടാമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയൊക്കെ തന്നെ ഉണ്ട് വെട്ടാം. എന്നിട്ട് വേണം കഴുകിയിട്ട് തൊലി കളയാം. നമുക്ക് തൊലി കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളയാം. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര നേരം വെയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ മഴ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ പപ്പക്കായ കുത്തിക്കാച്ചാണുള്ളത്. കട്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് റെഡിയാക്കാം. 12 മണിക്ക് പോകുന്ന പറഞ്ഞാൽ കറണ്ട് 10 മണിക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മിക്സിയിലടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പപ്പക്കായക്കുള്ള ഉള്ളി
അതിൻ്റെ ചതമുളക് ഇട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ കുത്തിക്കാച്ചും. എന്നിട്ട് വേവിച്ച് ഞാൻ പപ്പക്കായ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേവിച്ച പപ്പക്കായ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പം അതിനുള്ള ഉള്ളി ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചതമുളക് ഇട്ടിട്ടുണ്ട്. ചതമുളക് ഇട്ടിട്ട് ഉള്ളി നല്ലോണം അങ്ങനെ വാട്ടാം. ചതമുളക് ഇട്ടാൽ പിന്നെ അധികം നേരം നിൽക്കണ്ട. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. പപ്പക്കായ ഇപ്പം കുത്തിക്കാച്ചി. കുർക്കുറയുടെ വേറൊരു സാധനമുണ്ട്, നമുക്ക് അത് തിന്നാം. നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കായം പറ്റിയിട്ടുണ്ട് മീൻ. ഇപ്പോൾ അത് പൊരിക്കണം. അപ്പോൾ അതേ നമുക്കിവിടെ നാടൻ പപ്പക്കായ ഉണ്ട്. അപ്പോൾ അതേ ഇവിടെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്നത് ജ്യൂസ് അടിക്കാം. അങ്ങനെ അതേ പപ്പക്കായ ഇങ്ങനെ തൊലി ചെത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പപ്പക്കായ ഇങ്ങനെ വെറുതെ തിന്നാനൊന്നും ഇങ്ങനെ ഇഷ്ടമൊന്നുമില്ല. ഉമ്മച്ചിയൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ തിന്നും. അപ്പോൾ എനിക്ക് അങ്ങനെ വെറുതെ തിന്നാനൊന്നും ഇഷ്ടമൊന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് അതിൽ പാലൊഴിക്കണം. പാലൊഴിച്ച് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ ഒഴിച്ചാൽ ഇഷ്ടമായിട്ട് തിന്നും. അല്ലാതെ ആ ഒരു പപ്പക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ല. പിന്നെ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് പാലിലടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നുള്ളൂ. 2 പപ്പക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ അമ്മയുടെ അവിടെ എപ്പോഴും പപ്പക്കായ ഉണ്ടാവും. അപ്പോൾ അമ്മ കൊണ്ടുതരാറുണ്ട്. ഇത് അമ്മ കൊണ്ടു തന്നതല്ല, ഇത് വേറൊരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അങ്ങനെ തന്നതാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും ഇതേപോലെ ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ കുടിക്കാറ്. കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞതേ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കണം. ജ്യൂസ് അടിക്കുന്നതിൽ പാല്, പഞ്ചസാര, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായയും കൂടെയും ചേർക്കും. അങ്ങനെയാണ്. അങ്ങനത്തെ പപ്പായ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉമ്മാക്ക് കൊടുക്കാം. ഇതാണ് ഉമ്മ, ഇതാണ് ഉമ്മാടെ ഉമ്മ. കുടിച്ചാ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി കുളിച്ചുതരാം. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. മഴയൊക്കെ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേ ചോറിനാൻ പോണ്. മീൻകറി ഉണ്ട്, പപ്പടമുണ്ട്, കറുമത്തി എന്ന് പറയുന്ന കറുമത്തി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിച്ചതുണ്ട്. നമ്മളിവിടെ പപ്പക്കായ എന്ന് പറയും. എല്ലാം കൂടി ഉണ്ട്. ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുസമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുസമ്പി കട്ട് ചെയ്ത് ഉപ്പിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നും, എന്നാലും ഉപ്പിടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഫുഡ് കഴിച്ച് നേരെ മുസമ്പി തിന്നാണ്. ഉച്ചക്കലത്തെ ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും മാങ്ങ ഉപ്പുമുളക് ഇട്ടതാ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് അതൊക്കെ എന്തെങ്കിലും വേണം. ഇടപ്പം ഇങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേരൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. അറിയാത്തവരൊക്കെ ഉമ്മച്ചിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഇന്നലെ വീഡിയോ കണ്ടിട്ട് അവരങ്ങനെ അയച്ചപ്പോൾ നല്ല സന്തോഷമായി. പിന്നെന്താ, ഉമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ നാളെയാണ് ഡോക്ടറെ അടുത്ത് പോകേണ്ടത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി 4 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ 4 മണിക്കലത്തെ വരെയും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും
ബൈ.